ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയെന്നറിഞ്ഞത്. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ള ഒരാളാണ്, എന്നേക്കാൾ മുതിർന്ന ഒരാളാണ്. അദ്ദേഹത്തിനോട് അങ്ങനെ ഒപ്പത്തിനൊപ്പം നിന്ന് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ അനാവശ്യമായ പരാമർശങ്ങൾ നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എൻ്റെ കയ്യിൽ നിന്ന് നേരിട്ടൊരു മറുപടി കൊടുക്കുന്നില്ല. ബഹുമാനം, സ്നേഹം മാത്രം. മാധ്യമങ്ങൾ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ എന്നുള്ള നിലയിൽ ആ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ കോൺഗ്രസ് ഭരിച്ച ഒരു ഇന്ത്യ അത്തരത്തിലുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും നേരത്തെ കൊടുത്തിട്ടുണ്ട്. ആരെ പറ്റിയും അങ്ങനെയൊക്കെ പരാമർശങ്ങൾ നടത്താനുള്ളൊരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ നാടാണ്. അതുകൊണ്ട് തന്നെ ആ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അദ്ദേഹം അത് പറഞ്ഞോട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമൊന്നുമില്ല. ആ സ്വാതന്ത്ര്യം താങ്കൾക്കും ഉണ്ടല്ലോ തിരിച്ചത്തരത്തിൽ. എനിക്ക് സംസ്കാരം കൂടി ഉണ്ട്, സ്വാതന്ത്ര്യം മാത്രമല്ല ഉള്ളത്. അതുകൊണ്ട് ഈ സംസ്കാരം സമരം ചെയ്താൽ കിട്ടുന്നൊരു കാര്യമല്ല, അത് എളുപ്പത്തിൽ കിട്ടില്ല. അപ്പോൾ ഇത്രയും നാടക കലാകാരന്മാർ, KPSC പോലെയൊക്കെയുള്ള ട്രൂപ്പുകളിലെ കലാകാരന്മാർ മൈക്ക് പോലും ഇല്ലാത്തൊരു കാലത്ത് ഒരുപാട് ഉത്സവപ്പറമ്പുകളിൽ പരിപാടികൾ അവതരിപ്പിച്ച് നാടകം നടത്തിയുമെല്ലാം ആ പ്രസ്ഥാനത്തെ അത്രയും മുന്നിലേക്ക് കൊണ്ടുവന്ന ശേഷം ഇവർക്ക് എന്നു മുതലാണ് കലയും കലാകാരനുമൊക്കെ ഇത്രയും കാണാൻ വയ്യാത്ത ആളാകുന്നത്? അത് അവനവനോടൊപ്പം നിൽക്കാത്ത എല്ലാവരും വെറുക്കപ്പെടേണ്ടതാണ് എന്നുള്ളൊരു പ്രത്യയശാസ്ത്രം ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല സത്യത്തിൽ. കാരണം ഞാൻ ഒരു 26 വർഷം 3000 സ്റ്റേജുകൾ, 3000-ൽ കൂടുതൽ ടെലിവിഷൻ പരിപാടികൾ, 50-ലധികം സിനിമകളിൽ അഭിനയിച്ചു, 2 സിനിമ എഴുതി സംവിധാനം ചെയ്തു. ഇതെല്ലാം ഏറ്റവും സഭ്യമായും മാന്യമായും ആവശ്യമില്ലാത്ത വൃത്തികേടുകൾ പറയാതെയും ഇത്രയും കാലം ഇവിടുത്തെ കുടുംബ സദസ്സുകളുടെ മുന്നിൽ വളരെ മാന്യമായിട്ട് നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അതേ മാന്യത എനിക്ക് രാഷ്ട്രീയത്തിൽ ഉണ്ടാകണമെന്നും അതേ മാന്യത എന്നിൽ നിന്ന് രാഷ്ട്രീയത്തിൽ തുടരണമെന്നും വരുന്ന തലമുറ നമ്മളെ കാണുമ്പോൾ ഇതൊരു മോശം ഇടമാണ് എന്ന് തോന്നാത്ത രീതിയിൽ ഏറ്റവും സരസമായി നിൽക്കണമെന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടാണ് രാഷ്ട്രീയത്തിലേക്കും കൂടെ ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ ഒപ്പത്തിനൊപ്പം എന്ന് പറയുന്നില്ല. ഈ ബിഗ് ബോസ് താരം അഖിൽ മാരാർ ഇതേപോലെ താങ്കളെ അല്ല, അവർക്ക് എന്ത് തോന്നലാണ് ഉണ്ടായെന്നുള്ളത് എനിക്കറിയില്ല. അവരുടെ എല്ലാ ഇതും സിനിമാ മേഖലയിലുള്ളവർ മത്സരിച്ചിട്ടുണ്ട്, പല മാധ്യമങ്ങളിലൊക്കെ അങ്ങനെ പറഞ്ഞു തന്നെ ഞാൻ കേട്ടു. എല്ലാ പാർട്ടിയിലും സിനിമാ താരങ്ങളും മത്സരിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല. അദ്ദേഹം ഒരു വളരെ സീനിയറായിട്ടുള്ള, ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. എനിക്ക് അദ്ദേഹത്തിനോടുള്ള റെസ്പെക്റ്റിന്മേൽ യാതൊരു കുറവുമില്ല. അതാ ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിനോട് ഒപ്പത്തിനൊപ്പം നിന്ന് ഞാനും തിരിച്ചു പറയുക എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് ഞാനില്ല. അത് അദ്ദേഹം പറഞ്ഞോട്ടെ. എന്താ ചോദിക്കുന്നത്? ബിഗ് ബോസ് താരം അഖിൽ മാരാർ ഇന്ത്യയുടെ ഭാഗമായ അഖിൽ മാരാർ ഇപ്പോൾ ഇതുപോലെ അഖിലിന്റെ അഖിൽ എന്നെ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നേക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റില്ല. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ടുണ്ട്, അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരുത്തി പറയും. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും, അതിന് നിങ്ങളാരും മറുപടിയൊന്നും പറയാൻ നിൽക്കേണ്ട. ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പം നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിനെടുത്ത ശേഷം ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. അതിനൊക്കെ സമയം വികസനം പറയാനില്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് NDA സ്ഥാനാർത്ഥി പ്രധാനമായിട്ടും പറയുന്നത്. പാലക്കാട് ഇപ്പോൾ മോയിൻസ് സ്കൂൾ ഡിജിറ്റലൈസേഷൻ, അതുപോലെ പാലക്കാട് മോയിൻസ് സ്കൂൾ ഡിജിറ്റലൈസേഷൻ, അതുപോലെ തന്നെ ടൗൺ ഹാള്, അതുപോലെ സിന്തറ്റിക് ട്രാക്കിൽ ഒരു തുണിമാറാൻ പോലും കുട്ടികൾക്ക് ഒരു സൗകര്യമില്ലാത്ത അത്തരത്തിലുള്ള വികസന പ്രശ്നങ്ങൾ ഷാഫി പറമ്പിന്റെ കാലത്ത് തുടങ്ങി വെച്ചത് ഇനിയും പൂർത്തിയാവാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പോസ്ഡ് ആവുന്നുള്ളത് കൊണ്ടാണ് വികസനം പറയാതെ ഈ ഒരു ഡീലിംഗ് എന്ന തരത്തിൽ കോൺഗ്രസ് പറയുന്നത് എന്നുള്ളതാണ് NDA സ്ഥാനാർത്ഥി പറയുന്നത്. അല്ല, അവർ പറഞ്ഞ ഈ സിന്തറ്റിക് ട്രാക്ക് അവിടെ വന്നിട്ടുണ്ടല്ലോ, അടുത്ത കാര്യമില്ല, അത് തുടരും. ഇത് തുടരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യം അതാണ് പറഞ്ഞത്. ഇവിടെ ഒരു വലിയ കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഹൈവേയുടെ കാര്യം പറഞ്ഞതുപോലെ ഇവർക്ക് ഈ ക്രെഡിറ്റിന്റെ വലിയ പ്രശ്നമുണ്ട്. ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് ഷാഫിക്ക് പോകും അല്ലെങ്കിൽ UDFിന് പോകും എന്നുള്ളതുകൊണ്ട് അതിന് സിന്തറ്റിക് റാങ്ക് വരെയൊന്നും പോകണ്ട. ഇവിടെ 2 മുഖ്യമന്ത്രിമാരെ കൊടുത്തിട്ടുള്ള ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല. ആ പാലക്കാട് ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് വന്നത് UDF സർക്കാരിന്, ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് ഷാഫി കൊണ്ടുവന്നിട്ടുള്ള മെഡിക്കൽ കോളേജാണ്. ആ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന കാലത്ത് നിന്ന് ഇവർ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ഇനി ഒരുപക്ഷെ ജില്ലാ ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യേണ്ടി വരുന്ന ഒരു മെഡിക്കൽ കോളേജ് ഇവിടെയാണുള്ളത്. എന്താണ് കാരണം? എന്തെങ്കിലും ഇവിടെ കൊടുത്തു പോയാൽ അതിൻ്റെ ക്രെഡിറ്റ് UDFിനായി പോകുമോ എന്നുള്ളൊരു പേടി കൊണ്ട് തോന്നുന്നതാണ്. വികസനമൊക്കെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഞാൻ അതാണ് പറഞ്ഞത്, വികസനം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും മാനസികമായും രാഷ്ട്രീയപരമായും ജനങ്ങളുടെ ജീവിതത്തിലും കൂടെ ഉള്ളതാണ്. അപ്പം ഇങ്ങനെയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അവരുടെ ഒരു പാലക്കാട് 1-2 ഫ്ലക്സുകൾ കണ്ടു. ഞാൻ മാറാത്തത് മാറും എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. ഇവിടെ നമ്മൾ ഓണത്തിന് സദ്യയും പെരുന്നാളിന് ബിരിയാണിയും ക്രിസ്മസിന് കേക്കും ഒക്കെ പങ്കുവെക്കുന്ന ഒരു സ്വഭാവം ഈ ഒരു നിയോജക മണ്ഡലത്തിനുണ്ട്.
അത് മാറണ്ട, അത് മാറാതെ തുടരും. കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പാലക്കാട്ടുകാരായിട്ട്. ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ നല്ല കണക്ഷൻ ഉള്ളതാണ് പാലക്കാടായിട്ട്. എനിക്ക് അങ്ങനെ തീരെ കണക്ഷൻ ഇല്ലാത്തൊരു സ്ഥലമായിരുന്നെങ്കിൽ ഞാനൊരു പക്ഷേ നേതൃത്വം എന്നോട് ഇത് ആവശ്യപ്പെടുമ്പം അത് ശരിയാവില്ല, എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു പോയേനെ. എനിക്ക് നല്ല കണക്ഷനുള്ള സ്ഥലമാണ്, ഒരു കുഴപ്പമില്ല. ഫ്ലെക്സിന്റെ കാര്യം പറയുമ്പോൾ ഈ BJP സ്ഥാനാർത്ഥിയുടെയും LDF സ്ഥാനാർത്ഥിയുടെയും ഒക്കെ വ്യാപകമായ ഫ്ലെക്സുകളൊക്കെ വന്നു. UDF സ്ഥാനാർത്ഥിയുടെ അത്ര കാണുന്നില്ല, വളരെ കുറവാണ്. അത് അവർ നേരത്തെ വർക്ക് തുടങ്ങിയതുകൊണ്ട് ഭൂരിപക്ഷം ഹോർഡിങ്ങുകളും കാര്യങ്ങളൊക്കെ അവർ എടുത്തിട്ടുണ്ട്. നമ്മൾ അതിനു വേണ്ടിയുള്ള കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, നമ്മൾ വെക്കുകയും ചെയ്യും. പിന്നെ സിനിമയുടെ കാര്യത്തിൽ ഞങ്ങൾ സിനിമാ പ്രവർത്തകർ പറയുന്നൊരു കാര്യമുണ്ട്, എത്ര ഫ്ലെക്സ് വെച്ചാലും എത്ര നടന്മാർ